ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഷ് ഇമ്മ്യൂണോളജിയുമായി ബന്ധപ്പെട്ട MCQs ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇമ്മ്യൂണോളജിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള MCQs വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: Which of the following is a surface barrier in fish? Option A, mucus. Option B, skin. Option C, gill. And option D, all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രൈമറി സർഫസ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞ്. അവിടെ നമ്മൾ കണ്ടതാണ് മ്യൂക്കസ്, സ്കിൻ, സ്കെയിൽ, ഗിൽ. ഇതിൽ നമ്മൾ പഠിച്ച 4 3 തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മ്യൂക്കസ് ഉണ്ട്, സ്കിന്നുണ്ട്, ഗില്ലുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഓൾ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ മുകളിലുള്ള 3 പ്രൈമറി സർഫസ് ബാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: α2 മാക്രോഗ്ലോബുലിൻ ഈസ് ആക്ടേഴ്സ്. നമ്മൾ α2 മാക്രോഗ്ലോബുലിൻ കണ്ടത് എവിടെയാണ്? നോൺ സ്പെസിഫിക് ഇമ്മ്യൂൺ സിസ്റ്റം പഠിച്ചിരുന്നപ്പോൾ നമ്മൾ അതർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ് പഠിച്ച ഭാഗത്തായിട്ട് ഫിഷിലെ മ്യൂക്കസിലും സെറത്തിലും കാണപ്പെടുന്ന ഘടകങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അവിടെയാണ് നമ്മൾ α2 മാക്രോഗ്ലോബുലിൻ പഠിച്ചത്. അപ്പോൾ α2 മാക്രോഗ്ലോബുലിൻ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ചോദ്യത്തിലുള്ളത്. ഓപ്ഷൻ എ ഗ്രോത്ത് ഇൻഹിബിറ്റർ, ഓപ്ഷൻ ബി എൻസൈം ഇൻഹിബിറ്റർ, ഓപ്ഷൻ സി പ്രസിപ്പിറ്റൈൻ ആൻഡ് ഓപ്ഷൻ ഡി നൺ. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എൻസൈം ഇൻഹിബിറ്റർ ആയിട്ടാണ് α2 മാക്രോഗ്ലോബുലിൻ ആക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാഗോസൈറ്റിക് സെൽ പ്രസൻറ്റ് ഇൻ ഫിഷ്? ഫിഷിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് സെൽ ഏതാണ് താഴെ തന്നിരിക്കുന്നവ എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ മാക്രോഫേജ്, ഓപ്ഷൻ ബി മോണോസൈറ്റ്സ്, ഓപ്ഷൻ സി ന്യൂട്രോഫിൽസ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. ഇവിടെ ഓപ്ഷൻ എയും ബിയും സിയും തന്നെ ഫാഗോസൈറ്റിക് സെൽസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് 3 ഫാഗോസൈറ്റിക് സെല്ലായതുകൊണ്ട് തന്നെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ടാഷ് ഈസ് പ്രൊഡ്യൂസ് ആഫ്റ്റർ വൈറൽ ഇൻഫെക്ഷൻ. വൈറൽ ഇൻഫെക്ഷന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇൻ്റർഫെറോൺ, ഓപ്ഷൻ ബി ട്രാൻസ്ഫെറിൻ, ഓപ്ഷൻ സി ലൈസോസൈം ആൻഡ് ഓപ്ഷൻ ഡി CRP. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഇൻ്റർഫെറോൺ ആണ്. ഇൻ്റർഫെറോൺ നോൺ സ്പെസിഫിക് മെക്കാനിസത്തിൽ നമ്മൾ പഠിച്ച ഭാഗമാണ് ഇൻ്റർഫെറോണിൻ്റെത്. ഇൻ്റർഫെറോണാണ് ഒരു ഫിഷിൽ വൈറസിൻ്റെ അറ്റാക്ക് ഉണ്ടാകുമ്പോഴേ ആ സെൽസും അങ്ങനെ അറ്റാക്ക് വന്ന സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് ഇൻ്റർഫെറോൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി കോംപ്ലിമെൻറ്റ് പാത്വേസ് കോമൺ ഇൻ ടീലോസ്റ്റ്? ടീലോസ്റ്റിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന കോംപ്ലിമെൻറ്റ് പാത്വേ ഏതാണ്? 2 തരത്തിലുള്ള കോംപ്ലിമെൻറ്റ് പാത്വേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ക്ലാസിക്കൽ പാത്വേയും ഓൾട്ടർനേറ്റീവ് പാത്വേ. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഹയർ വെർട്ടിബ്രേറ്റ്സിനെ അപേക്ഷിച്ച് എപ്പോഴും ഫിഷിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഏതൊരു പാത്വേ ആണ്? ഓൾട്ടർനേറ്റീവ് പാത്വേ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് പാത്വേ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: CMI സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് ഫങ്ഷൻ ഓഫ്. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഇമ്മ്യൂൺ മെക്കാനിസത്തിൽ വരുന്നതാണ്. അതിൻ്റെ ആ ഒരു ഫങ്ഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് താഴെ തന്നിരിക്കുന്ന ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ T സെൽ, ഓപ്ഷൻ ബി NK സെൽ, ഓപ്ഷൻ ബി സെൽ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് T സെല്ലാണ്. ഇത് T സെല്ലുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് സിസ്റ്റമാണ് CMI എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫിഷ് ഇമ്മ്യൂണോഗ്ലോബിൻ M ഈസ് ഡാഷ്. നമുക്കറിയാം ഇമ്മ്യൂണോഗ്ലോബിന് ഓരോ സ്ട്രക്ചറുണ്ട്. അതിൻ്റെ ഹെവി ചെയിനും ലൈറ്റ് ചെയിനൊക്കെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുമ്പോഴേക്കും അത് ചിലപ്പോൾ 2 ഉണ്ടാകാം, അല്ലെങ്കിൽ 3 ഉണ്ടാകാം, അല്ലെങ്കിൽ 5 ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഓരോന്നിനും ചേഞ്ചസ്, പേരിനും മാറ്റമുണ്ട്. ഇവിടെ നമുക്ക് ഇമ്മ്യൂണോഗ്ലോബിൻ എമ്മിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഷേപ്പ് ഏതായിട്ട് വരുമെന്നാണ്. ഓപ്ഷൻ എ പെൻഡാമർ, ഓപ്ഷൻ ബി ടെട്രാമർ, ഓപ്ഷൻ സി ഡൈമർ ആൻഡ് ഓപ്ഷൻ ഡി മോണോമർ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ
ബി ആണ് ആൻസറായിട്ട് വരുന്നത്, ടെട്രാമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇമ്മ്യൂണോഗ്ലോബിൻ ഈസ് റീജിനിക് ആൻറ്റിബോഡി? ഇത് റീജിനിക് ആൻറ്റിബോഡി എന്ന് പറയില്ല, അലർജി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഘട്ടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇമ്മ്യൂണോഗ്ലോബുലിൻ എം, ഓപ്ഷൻ ബി ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി, ഓപ്ഷൻ സി ഇമ്മ്യൂണോഗ്ലോബുലിൻ ഡി ആൻഡ് ഓപ്ഷൻ ഡി ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫിഷ് ലൈസോസൈം ഈസ് ഫൗണ്ട് ഇൻ. ഫിഷ് ലൈസോസൈം എവിടെയാണ് കാണപ്പെടുന്നതെന്നാണ്. ഓപ്ഷൻ എ ഫാഗോസൈറ്റിക് സെൽ, ഓപ്ഷൻ ബി സെറം, ഓപ്ഷൻ സി മ്യൂക്കസ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. ഈ ലൈസോസൈമും ഒരു നോൺ സ്പെസിഫിക് മെക്കാനിസത്തിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചതാണ്. അവിടെ നമ്മൾ ഈ ഓപ്ഷൻ ഇയിലെയും ബിയും സിയും ഡിസ്കസ് ചെയ്യുന്നു, അതിൽ വരുന്നതാണ്. ഈ മ്യൂക്കസിലും സെറത്തിലും ഫാഗോസൈറ്റിക് സെല്ലിലും ഒക്കെ കാണപ്പെടുന്ന ഒന്നാണ് ലൈസോസൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് ഓളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലാസ്മ സെൽ ഡൈസ് വിത്തിൻ ഡാഷ് ഡേയ്സ്. പ്ലാസ്മ സെല്ല് ഏത് പീരീഡിനുള്ളിലാണ് ഡൈ ആകുന്നതെന്നാണ്. ഓപ്ഷൻ എ 3 to 6 days, ഓപ്ഷൻ ബി 1 to 2 days, ഓപ്ഷൻ സി 10 to 15 days ആൻഡ് ഓപ്ഷൻ ഡി 20 days. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്, 3 to 6 days. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലൈക്കോപ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് വൈറൽ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഹിബിറ്റ് വൈറൽ റിപ്ലിക്കേഷൻ ഈസ്. നമ്മൾ നേരത്തെ ഇതേപോലൊരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, പക്ഷേ ഇവിടെ ഒരെണ്ണം കൂടി ആഡ് ചെയ്ത് കണ്ടു. എന്താണ്? ഇൻഹിബിറ്റ് വൈറൽ റിപ്ലിക്കേഷൻ. വൈറൽ റിപ്ലിക്കേഷനെ ഇൻഹിബിറ്റ് ചെയ്യും, അത് വൈറൽ ഇൻഫെക്ഷൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ ഏതെന്നാണ്. ഓപ്ഷൻ സി ആണ്, ഇൻ്റർഫെറോൺ ആണ് ആൻസർ. ഇനി വൈറൽ റിപ്ലിക്കേഷൻ ടേക്ക് പ്ലേസ്. വൈറൽ റിപ്ലിക്കേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഓപ്ഷൻ എ outside the cell, option B inside the cell and option C both outside and inside the cell and option D none of the above. ഇവിടെ ആൻസർ ബി ആണ്, ഇൻസൈഡ് ദ സെൽ. വൈറസിൻ്റെ ഒരു പ്രത്യേകതയാണ്, വൈറസ് ഒരിക്കലും ഒരു ജീവനില്ലാത്തൊരു വസ്തുവിൽ ആക്റ്റീവായിട്ടിരിക്കില്ല. എവിടെയാണ് ജീവനുള്ള ഒരു വസ്തുവിൽ കയറിയാൽ മാത്രമേ അത് ആക്റ്റീവ് ആകുകയുള്ളൂ, അല്ലാത്ത സമയത്തൊക്കെ അത് ഇനാക്റ്റീവ് സ്റ്റേജിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ വൈറൽ റിപ്ലിക്കേഷൻ നടക്കാൻ ചാൻസ് എപ്പോഴും ഇൻസൈഡ് ദ സെല്ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെറം ആൻറ്റിബോഡി ലെവൽസ് ഇൻ ഫിഷ് പീക്സ് അറ്റ്. ഓപ്ഷൻ എ 1 to 2 days, ഓപ്ഷൻ ബി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആൻറ്റിജൻ എക്സ്പോഷർ, ഓപ്ഷൻ സി 10 to 15 days ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഇവിടെ ആൻസർ വരുന്നത് സി ആണ്. 10 മുതൽ 15 ദിവസത്തിന് ആ ഒരു ഇടവേളയിലാണ് സെറം ആൻറ്റിബോഡിയുടെ ലെവൽ ഫിഷിൻ്റെ കേസിൽ കൂടുതലുള്ള പീക്ക് സ്റ്റേജിൽ കാണപ്പെടുന്നത്. അടുത്തത്, ഒപ്സോണിൻ ഹെൽപ്സ് ഇൻ ഡാഷ്. എ ഫാഗോസൈറ്റോസിസ്, ഓപ്ഷൻ ബി CMI, ഓപ്ഷൻ സി ടോളറൻസ്, ഓപ്ഷൻ ഡി സൈറ്റോടോക്സിസിറ്റി. ഇവിടെ ഓപ്ഷൻ എ ഫാഗോസൈറ്റോസിസിനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ഇൻ ഫിഷ്. ഓപ്ഷൻ എ ലിവർ, ഓപ്ഷൻ ബി സ്പ്ലീൻ, ഓപ്ഷൻ സി തൈമസ്, ഓപ്ഷൻ ഡി ബ്രെയിൻ. ആൻസർ തൈമസ് ആണ്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നത് തൈമസ് ആണ്. നെക്സ്റ്റ്, സെൽസ് റെസ്പോൺസിബിൾ ഫോർ ഇമ്മ്യൂൺ റെസ്പോൺസസ് ഇൻ ഫിഷ്. ഓപ്ഷൻ എ എറിത്രോസൈറ്റ്സ്, ഓപ്ഷൻ ബി ലിംഫോസൈറ്റ്സ്, ഓപ്ഷൻ സി ത്രോംബോസൈറ്റ്സ് ആൻഡ് ഓപ്ഷൻ ഡി മാസ്റ്റ് സെൽസ്. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫിഷിലാണെങ്കിലും ഹ്യൂമൻ്റെ കേസിലാണെങ്കിലും ഒക്കെ ഫസ്റ്റ് റെസ്പോൺസിബിൾ ആകുന്ന സെല്ലെന്ന് പറയുന്നത് ലിംഫോസൈറ്റ്സ് തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എപ്പിഗോണൽ ഓർഗൻ ആൻഡ് ലെയ്ഡിങ്സ് ഓർഗൻസ് ആർ സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ് ദാറ്റ് ആർ യൂണിക് ടു. ഓപ്ഷൻ എ
bony fish, option B jawless fish, option C cartilaginous fish and option D none of the above. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സി. ഈ രണ്ട് ഓർഗാൻ എന്ന് പറയുന്നത് കാർട്ടിലേജിനസ് ഫിഷിന് യൂണീക്ക് ആയിട്ടുള്ള ഓർഗാൻസ് ആണ്. നെക്സ്റ്റ്, കഫർ സെൽസ് ആർ മാക്രോഫാജസ് പ്രസൻറ്റ് ഇൻ. കഫർ സെൽസ് മാക്രോഫേജസ് ആയിട്ടുള്ള കഫർ സെൽസ് എവിടെയാണ് കാണപ്പെടുന്നത് എന്നാണ്. ഓപ്ഷൻ സി ലിവറിലാണ് ആ സെൽസ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, epitope is present on. Option A antibody, option B complement, option C antigen and option D none of the above. എപ്പിടോപ്പ് പ്രസൻ്റ് ആയിട്ടിരിക്കുന്നത് ആൻറ്റിജനിലാണ്. അപ്പോൾ ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി പാരടോപ്പ് ഈസ് പ്രസൻറ്റ് ഓൺ. ഓപ്ഷൻ എ ആൻറ്റിബോഡി, ഓപ്ഷൻ ബി കോംപ്ലിമെൻറ്റ്, ഓപ്ഷൻ സി ആൻറ്റിജൻ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ആൻറ്റിബോഡിയാണ്. പാരടോപ്പ് എന്ന് പറയുന്നത് ആൻറ്റിബോഡിയിലാണ് പ്രസൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. നെക്സ്റ്റ്, അയൺ ബൈൻഡിങ് മോളിക്യൂൾ പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ഈസ്. ഓപ്ഷൻ എ ഇസ്കോസൈനോയിഡ്, ഓപ്ഷൻ ബി സൈഡ്രോഫോർസ്, ഓപ്ഷൻ സി ഇൻ്റർഫെറോൺ ആൻഡ് ഓപ്ഷൻ ഡി ഇൻ്റർലൂക്കിൻ. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, സൈഡ്രോഫോർസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൽസ് റെസ്പോൺസിബിൾ ഫോർ ആൻറ്റിബോഡി ഫോർമേഷൻ ഇൻ ഫിഷ്. എ എറിത്രോസൈറ്റ്സ്, ബി ബി സെൽസ്, സി ത്രോംബോസൈറ്റ്സ് ആൻഡ് ഡി മാസ്റ്റ് സെൽസ്. ഫിഷിലാണെങ്കിലും ഹ്യൂമൻ ബീയിലാണെങ്കിലും ആൻറ്റിബോഡി പ്രൊഡക്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സെൽസ് എന്ന് പറയുന്നത് ബി സെൽസ് ആണ്. ഇത് സ്പെസിഫിക് ഇമ്മ്യൂൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മെക്കാനിസത്തിലാണ് ബി സെൽസ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ബി സെൽസ് ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഇനി ഇവിടെ 5 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പഠിച്ചത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നോൺ ഇമ്മ്യൂൺ ഓർഗാൻ പ്രോട്ടീൻ ഒറിജിൻ പ്രോട്ടീൻ ഇൻ ഫിഷ്. അപ്പോൾ നോൺ ഇമ്മ്യൂൺ ഒറിജിൻ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇമ്മ്യൂൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ട്. അത് ഏതാണെന്ന് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് അയൺ ബൈൻഡിങ് ഗ്ലൈക്കോ പ്രോട്ടീൻ ഇൻ ഫിഷ്. അത് 3 പ്രോട്ടീൻ ഇൻ റെസ്പോൺസ് ടു ടിഷ്യൂ ഡാമേജ് ഇൻ ഫിഷ്. നാലാമത്തെ നെയിം ഓഫ് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് പാത്വേ ഇൻ കോംപ്ലിമെൻറ്റ് മെക്കാനിസം. ആൻഡ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹ്യൂമറൽ കമ്പോണൻറ്റ് ഓഫ് സ്പെസിഫിക് ഇമ്മ്യൂൺ സിസ്റ്റം. ഈ 5 എണ്ണത്തിൻ്റെയും ആൻസർ കമൻറ്റിലൂടെ അറിയിക്കുന്നത്. നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത സാധനങ്ങൾ തന്നെയാണ് ഇത്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളത് കമൻറ്റിലൂടെ എഴുതിയിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇമ്മ്യൂണോളജിയുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി പറയുക. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.